രൗദ്രതാണ്ഡവം. രചനാവതരണം നന്ദു അച്ചുകൃഷ്ണ. അകത്തേക്ക് കേറുന്നവന് അന്നാദ്യമായി ശരീരമാകെ തളരുന്ന പോലെ തോന്നി. ഇന്ന് വരെ എന്ത് കാര്യവും നെഞ്ചു വിരിച്ച് നേരിട്ടവൻ ഇന്ന് ആദ്യമായി ഭയപ്പാടോടെ ചുറ്റും നോക്കി. റൂമിലെ സിയിലും അവന്റെ നെറ്റിയിലാകെ വിയർപ്പുതുള്ളികൾ മുട്ടിട്ടു. മുന്നേക്ക് നടക്കുമ്പോൾ കണ്ണുകൾ പോയത് കട്ടിലിൽ കിടക്കുന്നവളിലേക്കാണ്. റൂമിൽ താനല്ലാതെ മറ്റാരുമില്ല. ഒരുപക്ഷെ അഗ്നി മനഃപൂർവ്വം മാറ്റി നിർത്തിയതാവും. അടുത്തെത്തിയ മുഖത്ത് നോക്കുമ്പോൾ കണ്ടു കണ്ണടച്ച് ഉറങ്ങുന്നവളെ. അതുവരെ പുകമറഞ്ഞിരുന്ന കണ്ണുകളിൽ നിന്നും ഒരു പ്രളയത്തിന്റെ മഴ പെയ്തു. ഉറങ്ങുന്നവളെ ചേർത്ത് പിടിച്ച് കരയുമ്പോൾ പലപ്പോഴും അവന്റെ ശബ്ദം പുറത്തേക്ക് വന്നുപോയി. തന്നെ സ്നേഹിച്ചുപോയി എന്ന ഒരൊറ്റ കാരണത്തിൽ സർവവും നഷ്ടപ്പെട്ടു പോയ ഒരുവൾ. ഈ പെണ്ണിനെയാണ് നാഴികയ്ക്ക് 40 വെട്ടവും പകയോടെ കളയും എന്ന് താൻ വാശി കാണിച്ചത്. ഇവൾക്ക് ഈ നിമിഷം വരെ സംഭവിച്ചതും ഇവൾ ഇന്ന് വരെ അനുഭവിച്ചതുമൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒന്നും അറിയാതെ കോമയിൽ മരണത്തെ വെല്ലുവിളിച്ചു കിടന്ന 1.5 വർഷമൊന്നും ഒന്നുമില്ല എന്ന് തോന്നിപ്പോയി വംശിക്കും. കുറച്ചു നേരം അങ്ങനെയിരിക്കെ ഇടയ്ക്ക് നേഴ്സ് വന്ന് നോക്കി പോകുന്ന കണ്ടു. ആദ്യമായിട്ടാവും പുറത്തുനിന്നൊരാൾ ഇത്രയും നേരം ഇങ്ങനെ അകത്തിരിക്കുന്നത്. അതിന്റെ ഒരു അമ്പരപ്പ് ആ നേഴ്സിൽ പലപ്പോഴും കാണാമായിരുന്നു. പക്ഷേ ഒരുവളിൽ മാത്രം കണ്ണും നട്ടു നിന്നവൻ മറ്റാരെയും കണ്ടില്ല. ചുറ്റുമുള്ളതൊന്നും അറിഞ്ഞതുമില്ല. അല്ലെങ്കിലും അവന്റെ ലോകം അവൾ മാത്രമായിരുന്നല്ലോ. ആ ഒരു അച്ചുതണ്ടിൽ കറങ്ങിയ ഭൂമിയായിരുന്നില്ലേ താൻ. അതല്ലേ അവൾ നഷ്ടമായപ്പോൾ ലോകം പോലും തനിക്ക് നിന്നുപോയത്. അവൻ അടുത്തേക്ക് ചാഞ്ഞു കിടന്നു. അല്പനേരം കഴിഞ്ഞതും അഗ്നി അകത്തേക്ക് ചെന്നു. ഒപ്പം 1-2 ഡോക്ടേഴ്സും സിസ്റ്റേഴ്സും. അവന്റെ കണ്ണടച്ചുള്ള കിടത്തവും ഒപ്പം പെണ്ണിന്റെ കയ്യിലെ പിടുത്തവും. അഗ്നി മെല്ലെ അരികിലെത്തി അവനെ തട്ടി വിളിച്ചെഴുന്നേൽപ്പിച്ചു. വംശി. ആ, അവളുടെ മയക്കം വിട്ടില്ല അല്ലേ? നിന്നെ കണ്ടെന്തെങ്കിലും സംസാരിച്ചായിരുന്നോ? സത്യം പറഞ്ഞാൽ അഗ്നിക്ക് അതായിരുന്നു അറിയേണ്ടത്. ഇല്ല, ഞാൻ വരുമ്പോഴേ നല്ല മയക്കമാണ്. പതിവിൽ നിന്ന് വിരുദ്ധമായി അന്ന് വംശി അഗ്നി ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം വളരെ സാവധാനം മറുപടി നൽകി. ഇതിനിടയിൽ ഒപ്പമുള്ള എല്ലാവരെയും അഗ്നി പുറത്തേക്ക് പറഞ്ഞു വിട്ടിരുന്നു. വംശി, നിന്റെ അവസ്ഥ അറിയാം. ഒന്നാമത് പുറത്തുള്ള ആർക്കും ഇത്രയും അധികം നേരം അകത്തിരിക്കാൻ അനുവാദമില്ല. എന്നിട്ടും നിന്റെയും ഇവളുടെയും അവസ്ഥ ആലോചിച്ചാണ് അകത്തിരിക്കാൻ പറഞ്ഞത്. പക്ഷെ ഇനി നീ പുറത്തിരുന്നേ പറ്റുള്ളടാ. ഇവക്ക് എപ്പം ബോധം വന്നാലും അപ്പൊ തന്നെ നിന്നെ ഞാൻ ഇൻഫോം ചെയ്യാം. അതല്ലാതെ ഇനിയും അകത്തിരിക്കുക എന്നൊക്കെ വെച്ചാൽ ഞാൻ വെയിറ്റ് ചെയ്തോളാം അഗ്നി. പക്ഷെ അവൾ എഴുന്നേറ്റാൽ ഉടനെ നീ എന്നെ പറയണേടാ. ഒരു വിധത്തിലും ഇനി അവക്കൊരു പാനിക് അറ്റാക്ക് ഉണ്ടാവാൻ ഇടയാവരുത്. കേൾക്കുന്നവർക്കൊക്കെ അതിലെ താക്കീത് വ്യക്തമായി മനസ്സിലാകും വിധം ദൃഢമായിരുന്നു അവന്റെ ഓരോ വാക്കും. പക്ഷെ എന്നിട്ടും പലയിടത്തും അവന്റെ സ്വരം ഇടറി. എന്താടാ, നിനക്ക് എന്താ പറ്റിയത്? ഇമകൾ ചിമ്മിയാൽ പോലും മനസ്സിലാവുന്ന കൂട്ടുകാരന് അവന്റെ ഉള്ളം മനസ്സിലാക്കാൻ വലിയ പാടൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് അവളെ വേണം അഗ്നി. ഞാൻ സ്നേഹിച്ച, എന്നെ സ്നേഹിച്ച ധാത്രിയായി എനിക്ക് അവളെ വേണമടാ. അകത്ത് കയറി പോയവൻ ഇനിയും കാണാതെ സ്പെഷ്യൽ പെർമിഷൻ എടുത്ത് അകത്തേക്ക് വന്ന പാർത്ഥൻ കേൾക്കുന്നത് അതാണ്. സർവം തകർന്നുപോലെ നിൽക്കുന്ന വംശി. ഈ പോയ കാലഘട്ടത്തിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് പോലും അണുവിട ചലിക്കാതെ നിന്നവന്റെ ഇങ്ങനത്തെ ഒരു രൂപം കണ്ടാൽ തന്നെ അറിയാം അകത്ത് കിടന്നവൾ അവനായിരുന്നു എന്ന്. വംശി, എനിക്ക് അവളെ പഴയതുപോലെ വേണം അഗ്നി. അതിന് നിനക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ നീ ചെയ്യണം. പതറി നിൽക്കുമ്പോഴും കൂടുതൽ തളരാതിരിക്കാൻ വേണ്ടി അവന്റെ കൈകൾ പിടിമുറുക്കിയത് അഗ്നിയിലും പാർത്ഥനിലുമായിരുന്നു. അതൊന്നും എനിക്കുറപ്പു പറയാൻ പറ്റില്ല. അതുവരെ അവന് ആത്മധൈര്യം കൊടുക്കാൻ നിന്ന അഗ്നി പെട്ടെന്ന് അവന്റെ കൈ തട്ടിമാറ്റി അല്പം മാറി നിന്നു. അത്രയും നേരം തന്നെ ചേർത്ത് പിടിച്ചതിന്റെ ഒരു നിമിഷം കൊണ്ടുണ്ടായ മാറ്റത്തിൽ വംശിയും പാർത്ഥനും ഒരുപോലെ ഞെട്ടിപ്പോയി. രണ്ടുപേരും എന്നെ ഇങ്ങനെ നോക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, നീ പ്രേമിക്കുന്ന നിന്റെ ഭാര്യയെ നോക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. ദേ, ഈ നിൽക്കുന്ന ഇവനുമില്ല, അല്ലേടാ? അതുവരെ ആകെ വലിഞ്ഞു മുറുകിയ അന്തരീക്ഷം ഒരു നിമിഷം കൊണ്ട് മാറ്റം വന്നു. ആ, അത് നീ പറഞ്ഞ നേരാടാ അഗ്നി. അല്ലെങ്കിലും ഇവൻ പ്രേമിക്കുന്ന ഇവന്റെ ഭാര്യയെ നോക്കേണ്ട പൂർണ്ണ ഉത്തരവാദിത്തം ഇവന് മാത്രമല്ലേ? സോ ആ ജോലി ഇവൻ മാത്രം ചെയ്താൽ മതി. അതിൽ ഞാനോ ഇവനോ കൈകടത്തില്ല. പാർത്ഥനും കൂടി തന്റെ കൈവിട്ട് ഇപ്പുറത്ത് അഗ്നിക്കടുത്തേക്ക് ചെന്ന് നിന്നതും അതുവരെ സങ്കടവും നിസ്സഹായതയും നിറഞ്ഞു നിന്ന വംശിയുടെ മുഖം മുറുകി. അപ്പോ നിങ്ങൾ രണ്ടുപേരും എന്റെ പെണ്ണിനെ നോക്കില്ലെന്ന്. ഇത്തവണ അവന്റെ സ്വരത്തിലുണ്ടായിരുന്നത് ദേഷ്യമാണ്. ഉറപ്പായിട്ടും നോക്കില്ല. കാരണം മറ്റുള്ളവരുടെ ഭാര്യമാരെ നോക്കരുതെന്ന് എന്റെ അമ്മച്ചി എന്നെ പഠിപ്പിച്ചിരിക്കുന്നത്.
തീർത്തും പുച്ഛിച്ചുകൊണ്ടുള്ള അഗ്നിയുടെ മറുപടി കേട്ടപ്പോഴേക്കും അവന്റെ കഴുത്തിലൂടെ വംശിയുടെ കൈ വന്ന് ചുറ്റി. അയ്യോ! നിൽക്കുന്നത് എവിടെയാണെന്ന് മറന്നുകൊണ്ട് അഗ്നിയുടെ ശബ്ദം അല്പം ഉയർന്നുപോയി. അത് കേട്ടുകൊണ്ടാണ് രണ്ട് സിസ്റ്റർമാർ അകത്തേക്ക് കയറി വന്നത്. ഇറങ്ങുന്ന വാതിലിൽ നിൽക്കുന്ന 3 പേരെയും അതിനൊപ്പം തങ്ങളുടെ ഡോക്ടറുടെ കഴുത്തിലാകെ ചുറ്റിവെച്ചിരിക്കുന്ന കൈയും കൂടി കണ്ടതും അവര് ചെറുതല്ലാതെ ഒന്ന് ഭയന്നു. അത് കണ്ടതും അഗ്നി കൈ തട്ടിമാറ്റി. കണ്ണും കൊണ്ട് അവരോട് പോകാനുള്ള നോട്ടം അഗ്നിയിൽ നിന്ന് കിട്ടിയതും അവർ തിരിഞ്ഞു നോക്കി അകത്തേക്ക് കയറിപ്പോയി. എന്റെ സ്റ്റാഫിന്റെ മുന്നിൽ വെച്ച് നീ എന്നെ നാണം കെടുത്തു അല്ലടാ. കഴുത്ത് തടവിക്കൊണ്ടുള്ള അവന്റെ ചോദ്യത്തിൽ ദേഷ്യത്തോടെ നോക്കിയതല്ലാതെ വംശി ഒന്നും മറുപടി പറഞ്ഞില്ല. എന്റെ പൊന്നു വംശി, നിന്റെ ഈ സീരിയസ് മൂഡ് കണ്ട് ഞങ്ങളൊരു തമാശ പറഞ്ഞതാ. അതിന് ഇങ്ങനെയൊക്കെ ചെയ്യാമോടാ പട്ടി നീ? കഴുത്ത് അങ്ങോട്ടും വലത്തോട്ടും ഇടത്തോട്ടും ഒക്കെ ചരിച്ചുകൊണ്ടുള്ള അവന്റെ ചോദ്യം തീർത്തും പുച്ഛിച്ചുകൊണ്ട് വംശി ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയതും അഗ്നി അവന്റെ തോളിൽ കൈ പിടിച്ചു നിർത്തി. പിണങ്ങല്ലേടാ, ഞാൻ നിന്റെ അപ്പോഴത്തെ മൂഡ് മാറാൻ വെറുതെ ഓരോന്ന് പറഞ്ഞതാണ്. ഞങ്ങൾക്കറിയാവുന്ന വംശിക്ക് ഈ ഭാവമൊന്നും ചേരില്ല. നീ ഇങ്ങനെ പാറ പുറ ഉറച്ചു നിന്ന് അഹങ്കാരമൊക്കെ കാണിച്ച് നടന്നില്ലെങ്കിൽ അത് നീ തന്നെയാണോ എന്നുള്ള സംശയം ഞങ്ങൾക്ക് വന്നു പോകും. സത്യം. അഗ്നി പിന്നെയും ചിരിച്ചതും ഇവന് കിട്ടിയതൊന്നും പോരെന്നുള്ള അർത്ഥത്തിൽ പാർത്ഥൻ ദയമായി അവനെ നോക്കി. നിനക്ക് ആവശ്യമില്ലാത്ത ടെൻഷനൊന്നും വേണ്ട. അകത്ത് കിടക്കുന്നത് നിന്റെ ഭാര്യ മാത്രമല്ല, എന്റെയും ഇവന്റെയും പെങ്ങളുകൂടിയാണ്. കൂട്ടുകാരന്റെ ഭാര്യയെ ഗവനിച്ചില്ലെങ്കിലും പെങ്ങന്മാരെ ആങ്ങളമാരെ കയ്യിലാ കൊണ്ടു നടക്കുന്നത്. നിനക്ക് ഞാൻ വാക്ക് തരികയാണ് വംശി. ഒരു സഹോദരനായും ഡോക്ടറായും എന്തൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഞാൻ എന്റെ പെങ്ങക്ക് വേണ്ടി ചെയ്യും. വംശിയുടെ കൈക്ക് മുകളിൽ കൈവച്ചുകൊണ്ട് അഗ്നി അത് പറയുമ്പോൾ അവന്റെ വാക്കിൽ വല്ലാത്തൊരു ഉറപ്പുണ്ടായിരുന്നു. ഇവൻ പറഞ്ഞതൊക്കെ എനിക്ക് നിന്നോട് പറയാനുള്ളൂ. ഇത്രയും കാലം എന്റെ അനിയത്തി അനുഭവിച്ചതൊന്നും അറിയാതെ അവളെ മാറ്റി നിർത്തിയ സഹോദരനാണ് ഞാനും. പക്ഷെ ഇനി എനിക്ക് ആ തെറ്റ് തിരുത്തണം. തെറ്റിയതൊക്കെ തിരുത്തണം. അവസാനത്തെ വാചകം പറയുമ്പോൾ അന്ന് വരെ പാർത്ഥനിൽ കാണാത്ത ഒരു പക വംശി വളരെ വ്യക്തമായി അവന്റെ കണ്ണിൽ കണ്ടു. ഒപ്പം അതേ പകയോടെ അവന്റെ കയ്യിലേക്ക് കൈ ചേർത്ത് നിൽക്കുന്ന അഗ്നിയെ കൂടി കണ്ടതും വംശിയുടെ മനസ്സൊന്ന് തണുത്തു. ഒപ്പം ചുണ്ടിനറ്റത്ത് വിരിഞ്ഞ പുഞ്ചിരിക്ക് ഒരുപാട് അർത്ഥങ്ങൾ ബാക്കിയായി. സൈഡിലെ കസേരയിൽ ആകെ കൂനിക്കൂടി പറ്റിയിരിക്കുന്നവൾക്കരികിലേക്ക് വന്നു നിന്നു വംശി. ആ ഇരിക്കുന്നവൾ ചുറ്റുമുള്ളതൊന്നും അറിയുന്നില്ലെന്ന് തോന്നിയവന്. ഉത്തര. അവന്റെ ആ വിളിയിൽ അവൾ ഞെട്ടിക്കൊണ്ട് ചാടിയെഴുന്നേറ്റു. ഏട്ടാ സിദ്ധി, അവൾക്ക് എങ്ങനെയുണ്ട്? കണ്ണു തുറന്നോ? ഏട്ടനെ മനസ്സിലായോ അവക്ക്? കണ്ടിട്ട് സംസാരിച്ചായിരുന്നോ? ഒരു വായിൽ തന്നെ 1000 ചോദ്യമായി നിൽക്കുന്നവളുടെ കണ്ണിലുള്ള ആകാംക്ഷയും പേടിയും വംശിക്ക് ആ നിമിഷം മനസ്സിലാവുന്നുണ്ടായിരുന്നു. റിലാക്സ് ഉത്തര. ഇടയ്ക്കൊന്ന് കോൺഷ്യസ് ആയപ്പോൾ അവൾ കണ്ണു തുറന്നു എന്ന് അഗ്നി പറയുന്നു. പക്ഷെ ഞാൻ അകത്ത് ചെന്നതിന് ശേഷം മയക്കം തന്നെയാണ്. അത് കേട്ടതും അവളുടെ മുഖം നിരാശ കൊണ്ട് താഴ്ന്നു. അവൾക്ക് ബോധം വന്ന് ഏട്ടനെ തിരിച്ചറിഞ്ഞ് സമാധാനത്തിലാണ് അവൾ ഇരിക്കുന്നതെന്നൊരു വാർത്തയ്ക്കാണ് ഈ നിമിഷം വരെ പ്രാർത്ഥിച്ചത്. പക്ഷെ ഇപ്പോ എന്താ ഉത്തര? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒന്നുമില്ല. അത്രയും ശ്രദ്ധിച്ചാൽ മാത്രം കേൾക്കാൻ പറ്റുന്നത്രയും ശബ്ദം അവളുടെ താഴ്ന്നുപോയി. മനസ്സിലുള്ളത് അതുപോലെ പറയാൻ പറ്റുന്ന ഒരു പരിചയം നമ്മൾ തമ്മിലില്ല എന്നറിയാം. എങ്കിലും എന്റെ ധാത്രിയുടെ കൂട്ടുകാരിയോട് ഞാൻ ചോദിക്കുകയാണ്, വേറെന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവന്റെ ആ ചോദ്യത്തിൽ അവൾ നിറഞ്ഞ കണ്ണുകൾ പിന്നെയും ഉയർത്തി ആ മുഖത്തേക്ക് നോക്കി. അത് പിന്നെ സിദ്ധിക്ക് ഇടയ്ക്ക് ചില വയ്യാഴികൾ വരാറുണ്ട്. അവൾക്ക് ഭ്രാന്ത് വന്ന കാര്യം അവൻ അറിഞ്ഞിട്ടുണ്ടെങ്കിലും അത് ആ മുഖത്ത് നോക്കി പറയാൻ പറ്റാത്ത പോലെ അവൾ തല കുനിച്ച് പിന്നെയും ഇരുന്നു. ഒരിക്കൽ അവളുടെ മനസ്സ് കൈവിട്ടു പോയ കാര്യമാണോ ഉത്തര ഇത്രയും പേടിയോടെ എന്നോട് പറയാൻ ശ്രമിക്കുന്നത്? അത്രയും ശാന്തമായുള്ള അവന്റെ ചോദ്യത്തിൽ അവൾ കണ്ണു നിറച്ചുകൊണ്ട് ആ മുഖത്തുനിന്ന് കണ്ണു മാറ്റി. എന്താ ഉത്തര? അത്രയും നേരം അവൾക്ക് മുന്നിൽ നിന്ന് ചോദിച്ചുകൊണ്ടിരുന്നവൻ അവളുടെ നിറഞ്ഞ കണ്ണുകളെ കണ്ട് അടുത്തിരുന്ന് ആർദ്രമായി ചോദിച്ചു. ഈ കുഞ്ഞിനെ ഒരിക്കലും അവൾ ആഗ്രഹിച്ചിരുന്നില്ല ഏട്ടാ. എന്നാലും തന്റെ മനസ്സിലുള്ള ചിന്തകളെ എങ്ങനെ പറഞ്ഞ് വംശിക്ക് മനസ്സിലാക്കി കൊടുക്കണം എന്നറിയാതെ ഉത്തര പാടുപെട്ടു. ഇതുവരെ നടന്നു കഴിഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ തിരുത്താൻ നമ്മളെ കൊണ്ട് കഴിയില്ല ഉത്തര. പക്ഷെ ഇനി ഒന്നും തന്നെ, അതിനി എത്ര മോശമായ അവസ്ഥയുമായിരിക്കട്ടെ, ഉത്തരയുടെ കൂട്ടുകാരിക്കൊപ്പം എന്നും എപ്പോഴും ഞാനുണ്ടാവും. ഇനി ആ മനസ്സ് മുഴുവനും എന്റെ ഈ കയ്യിലാണ്. അറിഞ്ഞോ അറിയാതെയോ ഒന്നുകൊണ്ടും അവളുടെ മനസ്സിന്റെ താളം തെറ്റാതെ ഞാൻ എന്റെ നെഞ്ചിൽ അവളെ കൊണ്ടു നടന്നോളാം. ആ ഒരു ഉറപ്പ് പോരെ ഉത്തരയ്ക്ക് എന്നിൽ നിന്നും?
അവന്റെ ആ ചോദ്യം കേട്ടതും അവൾ അവന്റെ രണ്ട് കൈയും കൂട്ടിപ്പിടിച്ച് നെറുക അതിലേക്ക് മുട്ടിച്ച് വലിയ വായിലെ ഏങ്ങിക്കരഞ്ഞു. സിദ്ധിയുടെ ജീവനാണ് മുന്നിൽ നിൽക്കുന്നത്. ഇന്ന് ആ ആള് തന്നെ പറയുന്നു അവളെ എല്ലാം കൊണ്ടും നോക്കിക്കോളാമെന്ന്. ഇതിൽ കൂടുതൽ തനിക്ക് എന്താണ് വേണ്ടത്? ഈ ഒരു ദിവസം സ്വപ്നം കണ്ടല്ലേ ഇത്രയും കാലം താൻ പോലും കാത്തിരുന്നത്. ഉള്ളിൽ ഉയർന്നത് സന്തോഷമായിരുന്നെങ്കിലും കണ്ണുനീരായി മാത്രമേ അത് പുറത്തേക്ക് വന്നുള്ളൂ. കണ്ടു നിന്ന അഗ്നിയും പാർത്ഥനും ഒരുപോലെ ഉത്തരയെ നോക്കി നിന്നു. ഉള്ളു നീറിക്കൊണ്ട് ആ പെണ്ണിന്റെ കരച്ചിൽ കാണെ അവർക്കും വല്ലാതെ സങ്കടം വരുന്നുണ്ടായിരുന്നു. അവള് ഒരുപാട് പാവമാണേട്ടാ. ഏട്ടനെ സ്നേഹിച്ചു പോയെന്നൊരൊറ്റ കാര്യം കൊണ്ടാണ് അവൾ ഈ അനുഭവിക്കുന്നതെല്ലാം. ഇനി എനിക്ക് അവളെ കൈവിട്ട് കളയല്ലേ ഏട്ടാ. എന്റെ സിദ്ധിക്ക് ജീവനാ ഏട്ടനെ. ഏട്ടനെ നഷ്ടമായി നിറഞ്ഞ അവൾക്ക് ആദ്യമായി മനസ്സ് തെറ്റിയത്. പിന്നെ എപ്പോഴോ ഏട്ടൻ ജീവനുണ്ടെന്നറിഞ്ഞപ്പോഴാണ് അവളൊന്ന് നേരെയായതും. അവളുടെ പ്രണയവും മനസ്സും ജീവനും ഒക്കെ ഏട്ടൻ മാത്രമാണ്. വംശി അവളോടൊന്നും പറയാതെ വെറുതെ ആ കയ്യിൽ തട്ടിയിരുന്നു. ആ പെണ്ണിന്റെ കരച്ചിൽ കാണുന്തോറും അഗ്നി മുഷ്ടി ചുരുട്ടി തന്റെ ദേഷ്യം നിയന്ത്രിച്ചു. അവസാനം ഒട്ടും പറ്റില്ലെന്ന് തോന്നിയതും അവൻ അവിടെ നിന്നും ഇറങ്ങിപ്പോയി. അവളെ മെല്ലെ പിടിച്ച് അകത്തേക്ക് കയറ്റി വംശി. ക്ഷീണം കൊണ്ടവൾ ആ ദേഹത്തേക്ക് ചാരിയാണ് നടക്കുന്നത്. ഉത്തര ഓടിപ്പോയി വംശിയുടെ റൂമിന്റെ വാതിൽ തുറന്നിട്ടു. എല്ലാം ഒതുക്കിയിട്ടതാണെങ്കിലും കട്ടിലിന്റെ വിരി ഒന്നുകൂടി കുടഞ്ഞപ്പോഴേക്കും വംശി അവളെ കയ്യിലെടുത്തുകൊണ്ട് മുറിയിലേക്ക് വന്നിരുന്നു. മയങ്ങിക്കിടക്കുന്നവളെ അത്രയും കരുതലോടെ അവൻ കട്ടിലേക്ക് കിടത്തി. ഇന്ന് രാവിലെയാണ് സിദ്ധിയെ ഡിസ്ചാർജ് ചെയ്തത്. 3 ദിവസത്തിന് ശേഷം എപ്പോ വേണമെങ്കിലും ഡിസ്ചാർജ് ചെയ്യാം എന്ന് ഡോക്ടർ പറഞ്ഞിരുന്നെങ്കിലും ആ ഹോസ്പിറ്റലിൽ തന്നെയുള്ള ഒരു സൈക്കോളജിസ്റ്റുമായി 2-3 കൗൺസിലിംഗ് കഴിഞ്ഞിട്ടാണ് അവളെ അവിടെ നിന്നും ഡിസ്ചാർജ് ചെയ്യാൻ അഗ്നി സമ്മതിച്ചത്. അതുകൊണ്ട് തന്നെ അത് നീണ്ടു ഇത്രയും ദിവസമായി. പക്ഷെ അതിന്റെ ഒരു ഗുണം ഈ ദിവസങ്ങളിൽ അവളിൽ കാണുന്നത് കൊണ്ട് തന്നെ അഗ്നി പറയുന്നതൊക്കെ അതുപോലെ അനുസരിക്കാൻ വംശി തയ്യാറായി. ബോധം വീണ ദിവസം തന്നെ തിരിച്ചറിയുന്നുണ്ടായിരുന്നെങ്കിലും എല്ലാത്തിലും ഒരു മരവിപ്പായിരുന്നു അവൾക്കുള്ളിൽ. അവളുടെ അവസ്ഥ ഏറ്റവും കൂടുതൽ പേടിപ്പിച്ചത് ഉത്തരയാണ്. അമ്മ കിളിക്കുഞ്ഞിനെ നോക്കും പോലെ ഓരോ നിമിഷവും അവൾ സിദ്ധിയുടെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. ഇനി ഒരിക്കൽ കൂടി അവളുടെ മനസ്സിന്റെ താളം തെറ്റുന്ന ഒന്നും അവളുടെ ജീവിതത്തിൽ ഉണ്ടാകരുതെന്നുള്ള വാശിയിൽ ഒരു കൂട്ടം പേര് ചുറ്റും നിന്നപ്പോൾ സിദ്ധി പതിയാണെങ്കിലും ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ തുടങ്ങി. ഇഷ്ടമില്ലാത്ത പ്രഗ്നൻസി ആയിരുന്നെങ്കിലും അബോർഷൻ ചെയ്യാൻ മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും പെട്ടെന്നുള്ള ഇത് അവളുടെ മനസ്സിനെ സാരമായി ബാധിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നും കരകയറാൻ അവൾക്ക് മെഡിക്കൽ ഹെൽപ്പ് അത്യന്താപേക്ഷിതമായിരുന്നു. അങ്ങനെ ഇന്നത്തെ കൗൺസിലിംഗ് കൂടി കഴിഞ്ഞിട്ടാണ് അവർ വീട്ടിലെത്തിയത്. അവൾ ഉറങ്ങിയെന്ന് കണ്ടതും ഉത്തരയും വംശിയും മുറിയിൽ നിന്നും പുറത്തേക്കിറങ്ങി. വംശി, പാർത്ഥൻ വിളിച്ചായിരുന്നടാ. എടാ, നീ ഓഫീസിൽ പോയില്ലെങ്കിലും ആ ഫയൽ ഒന്ന് സൈൻ ചെയ്ത് കൊടുത്തിട്ട് വാ. അതുവരെ അവളുടെ കൂടെ ഞാനും ഇവളും ഉണ്ടല്ലോ. ഫ്രിഡ്ജിൽ നിന്നും വെള്ളമെടുത്ത് വായിലേക്ക് കമത്തുന്നതിന്റെ അരികിൽ ചെന്ന് അഗ്നി കാര്യത്തോടെ പറഞ്ഞു. ഞാൻ പോകുന്നില്ല. അത്രയ്ക്കും വലിയ അത്യാവശ്യമാണെങ്കിൽ അവനോട് അത് ആരുടെയെങ്കിലും കയ്യിൽ കൊടുത്തുവിടാൻ പറ. വളരെ നിസ്സാരം പോലെ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്നത് നോക്കി അഗ്നി പല്ല് കടിച്ചു. വംശി, നീ ചുമ്മാ കുഞ്ഞു കളിക്കരുത്. ആ ഫയൽ എത്ര കോൺഫിഡൻഷ്യൽ ആണെന്ന് നിനക്കറിയാം. അതെങ്ങാനും ലീക്കായാൽ നിനക്ക് എത്ര കോടിയുടെ നഷ്ടം വരുമെന്ന് വല്ല ബോധവും ഉണ്ടോടാ? പേടിച്ചു നിർത്തി അരിശം കൊള്ളുന്നതിനെ നോക്കി വംശി ഒന്ന് ചിരിച്ചു. അത്രയ്ക്കും അത്യാവശ്യമുള്ള എന്തെങ്കിലും ആണവനെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് അവനോട് തന്നെ കൊണ്ടുവരാൻ പറ. ഇനി പറ്റില്ലെങ്കിൽ ആ കോൺട്രാക്ട് പോട്ടെ എന്നങ്ങ് കരുതും ഞാൻ. വംശി, നീ വെറുതെ തമാശ കളിക്കരുത്. പാർത്ഥൻ അവരുമായിട്ടുള്ള മീറ്റിംഗിലാണ്. അല്ലെങ്കിൽ ഇത്രയും ദിവസത്തെ പോലെ അവൻ തന്നെ കെട്ടി എഴുന്നള്ളിച്ച് കൊണ്ടുവന്നേനെ. ഇതിപ്പോ അവനാകെ അവിടെ ലോക്കല്ലേ. അതുകൊണ്ടാ നിന്നോട് അവിടം വരെ ഒന്ന് ചെല്ലാൻ പറയുന്നത്. സോറി, പറ്റില്ല. വംശി, നീ ചുമ്മാ. എടാ, എത്ര കോടി രൂപയുടെ പ്രോജക്റ്റ് ആണെന്ന് നിനക്കറിയില്ലേ? അഗ്നി ദേഷ്യം കൊണ്ട് പുകഞ്ഞു. അതിനി എത്ര കോടിയുടേതാണെങ്കിലും അകത്ത് കിടക്കുന്നതോളം വലുതല്ല എനിക്കൊന്നും. ഇനി ലോകം മുഴുവൻ ഇളകി വന്നാലും വംശി ധാത്രിയെ വിട്ട് എവിടെയും പോകില്ല. സമാധാനത്തിലാണെങ്കിലും ഉറച്ച തീരുമാനത്തോടെ പറഞ്ഞവൻ അവൾ കിടക്കുന്ന മുറിയിലേക്ക് നടക്കുന്നത് നോക്കി ഇനി എന്ത് ചെയ്യുമെന്നുള്ള രീതിയിൽ അഗ്നി ആ കസേരയിലേക്ക് തന്നെ ഇരുന്നു. അപ്പോ എന്നെ കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്ന എന്റെ കൂട്ടുകാർക്ക് കഥ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നന്ദി.